ഹലോ, ഞാൻ ലിപിറ്റി. അപ്പം ഞാനിന്ന് വിക്രത്തിൻ്റെ പടമായ വീ ആ പടത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഓർക്കല്ല. വീരധീര സൂരൻ എന്ന് പറഞ്ഞൊരു സിനിമ പടം കണ്ടു. പടം എനിക്കങ്ങോട്ട് ഒരു അങ്ങനെ ഒരു തൃപ്തി കിട്ടിയ പടമെന്ന് ഞാൻ പറയില്ല. കാരണം വിക്രത്തിൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷിക്കും. കുറച്ച് ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കും. ആക്ഷൻ ഈ പടത്തിൽ ഇല്ലെന്നല്ല, ഉള്ളതൊക്കെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ പറയാം, അതായത് ഈ സിനിമയ്ക്ക് 2 പാർട്ടുകളുണ്ട് തോന്നുന്നു. ഇപ്പം ആദ്യം ഇറങ്ങിയത് തന്നെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഇനി ഇറങ്ങാൻ തന്നെ ഇരിക്കുന്നുള്ളൂ. കഥയുടെ ഇതും വെച്ച് നമുക്ക് സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ കഥകൾ വന്നതെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഒരു ഗ്യാങ് വാറും കാര്യങ്ങളൊക്കെയാണ് അത്. പിന്നെ അവസാനം ഗ്യാങ് ഇല്ലാണ്ടാവുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പടത്തിൻ്റെ ഇതിൽ കാട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രതീക്ഷിക്കാനുണ്ടാവും. കാരണം ഇവരുടെ ഗ്യാങ് തുടങ്ങണ രീതിയിലായിരിക്കും ഫസ്റ്റ് പാർട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ഇറക്കിയത് തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പടത്തിൽ എടുത്തു പറയുന്നത് പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ്. വിക്രത്തിൻ്റെ പെർഫോമൻസ് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഈ ഇതിൽ കുടുംബസ്നേഹം കുറച്ച് കൂടുതലാണ്. അതായത് കുടുംബവാസം അതാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം കാട്ടുന്നത്. പക്ഷേ എനിക്ക് ലാഗായിട്ട് തോന്നിയില്ല. പക്ഷേ ഒന്നുകൂടി ഒരു രസമായിട്ട് ചെയ്യായിരുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. പുള്ളിനെ ചവിട്ടി ഇടിച്ചൊക്കെ ഇട്ടിട്ടും പുള്ളി അവിടെ നിന്ന് എണിച്ചു വരുന്ന രീതി, അതായത് ഒരു 10 ആൾക്കാർ ഒരുമിച്ചിരുന്ന് തല്ലിയിട്ട് അവരൊക്കെ എതിർത്ത് വിക്രം തന്നെ ആ ഒരു ഇത് എനിക്ക് എന്താ കുറച്ച് ഓവറായിട്ട് തോന്നി. എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിളായിട്ടുള്ളൊരു പടമാണ് വീരധീര സൂരൻ. അപ്പോൾ കാണാൻ പറ്റുന്നവർക്ക് കാണാം, കാരണം മടുപ്പ് തോന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പടത്തിൽ നല്ല പാട്ടുകളുണ്ട്. പിന്നെ ലൊക്കേഷനും കൂടുതൽ ഈ പടത്തിൽ വന്നിരിക്കുന്നത് ഒരു നൈറ്റ് രാത്രി നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടം ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കൈദിയ പോലെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഫുള്ളും ഇരുട്ടിലല്ല, പകലുള്ള സീനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയാണ് പടം വന്നത്. പിന്നെ ഈ പടത്തിൽ മലയാളികൾ കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട്. അതായത് സുരാജൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. സുരാജ് ഇതിലൊരു വില്ലൻ കഥാപാത്രം ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതൊക്കെ രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ മാലാ പാർവതി പുള്ളിക്കാരത്തെയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു തിയേറ്റർ വാച്ചുകളായിട്ടുള്ളൊരു പടമാണ് വീരധീര സൂരൻ. അപ്പോൾ കാണാൻ പറ്റുന്നവർക്ക് കാണും. ശരി.